ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് നമ്മുടെ മുറ്റം കണ്ടോ, എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ചെടിയും കാടും ഒക്കെ ആയിട്ട് മൊത്തം ഒരുമാതിരി കാട് പിടിച്ചൊരു അവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗാർഡൻ റീ അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആകുമ്പോൾ ഇക്ക വീട്ടിലുണ്ട്, അതുകൊണ്ട് ഇക്കാനെ കൊണ്ട് ഈ പണികളൊക്കെ ചെയ്യിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള പണികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യിക്കണം. അപ്പോൾ ഇതേ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ മുഴുവൻ എൻ്റെ പുറകിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെടികളൊക്കെ ഒരുമാതിരി ഇങ്ങനെ നമ്മളിങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വളർന്നു. പിന്നെ അത് കുറച്ച് പ്രൂൺ ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഒരു ലെയർ ചെടി മാത്രം വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെടികളെടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒക്കെ ഇങ്ങനെ നീക്കി വെക്കാം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാവുന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ആ പണികളൊക്കെ കാണാം. അപ്പോൾ ഇപ്പം നമ്മുടെ ഗാർഡൻ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെറസ് ഗാർഡൻ പുറത്ത് നിന്നുള്ളൊരു വ്യൂ കാണിക്കാമോ എന്ന്. ദേ ഇങ്ങനെയാട്ടോ നമ്മുടെ ടെറസ് ഗാർഡൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ, റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടെറസ് ഗാർഡൻ ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഈ ചെടികളെല്ലാം ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ആദ്യം ഇത് നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അവിടെയല്ലേ വെച്ചിരുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ചെടികളും എടുത്തു മാറ്റി. അപ്പോൾ അത് എല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ. കുറച്ച് ദിവസമൊക്കെ അതിൻ്റെ ഇടയിലൊന്നും നമ്മൾ അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മഴയൊക്കെ ആയിട്ട് കുറേ ചെടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡിലേക്ക് ഇരിക്കുകയാണ്, അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റാൻഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അതൊക്കെ നമുക്കൊന്ന് അഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെറിയ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇക്ക അതെല്ലാം ആദ്യം ഇക്ക ഉണ്ടാക്കിയ സ്റ്റാൻഡാണിത്. അപ്പോൾ ഇതെല്ലാം ഇക്ക പൊളിച്ച് പണിയാണ്, അഴിച്ച് പണിയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ പെയിൻറ്റിൻ്റെ പാട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു പലക വെച്ചു. അങ്ങനെ പലക വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ ചെടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടിയിലധികം ചെളിയും തെറിക്കില്ല. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലെ ചെളിയൊക്കെ തൂത്ത് കളഞ്ഞു. പക്ഷേ ഇക്കാക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇക്ക അതെല്ലാം കൂടെ ചട്ടിയെല്ലാം നന്നായിട്ട് കഴുകി എടുത്ത് സ്റ്റാൻഡിൽ വെച്ചു. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ കോളിയസ് പ്ലാന്റ് എല്ലാം ഇവിടെ ഒന്ന് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം വെക്കുകയാണ്. അപ്പോൾ ദേ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മളിവിടെ കുറച്ച് ചെടികൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആന്തൂറിയും റോസയൊക്കെയാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്ഥലം കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചെടിയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ വല്ലാണ്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്താൽ മാത്രമാണ് ഇവർ ബുഷിയായിട്ട് വളർന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വളർന്നു വരും. അപ്പോൾ ഈ റോസയൊക്കെ പൂവുണ്ടായതാണ്. അപ്പോൾ ഈ പൂവുണ്ടായി കഴിഞ്ഞ് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് പുതിയ തളിരിലകളൊക്കെ വന്നിട്ട് നന്നാവുള്ളൂ. പിന്നെ നമുക്ക് ഈ പ്ലാന്റ് ഉണ്ട്, ഇതൊരുപാട് പൊക്കം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ വളഞ്ഞൊടിഞ്ഞ് താഴത്തേക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഞാൻ കട്ട് ചെയ്യണത് ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ നട്ടു. എന്നിട്ട് എല്ലാം ഞാൻ ഇവിടെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടർട്ടിൽ വെയിൻ ഇങ്ങനെ മണ്ണിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റുമായിട്ട് ഒരു റൗണ്ടായിട്ട് ഈ ചെടി എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ മുറ്റം മുഴുവൻ പുല്ലും അതുപോലെ കുറേ കരിയിലയും കല്ലും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ നമ്മൾ നേരത്തെ ഒരു കയറിൽ കെട്ടി മേളിലേക്ക് വെട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്കിങ്ങനെ ഈ സൈഡിൽ നിന്ന് ഒരു ആർച്ച് പോലെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്റ്റാൻഡിൽ നമ്മൾ ചട്ടി വെച്ചിട്ട് അവിടെ ഒരു കമ്പ് കുഴിച്ചിട്ടു. അപ്പോൾ എന്നിട്ട് ആ കമ്പിക്കൂടെ മുകളിലേക്ക് കയറ്റി വിടാം, എന്നിട്ട് അതൊരു ആർച്ച് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളിതൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മളൊരു ചട്ടിയിൽ ഒരു കോല് കുഴിച്ചിട്ടിട്ടുണ്ട്, ഒരു കമ്പ്. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് ഒന്നിച്ച് ചേർത്ത് ഒരു ആർച്ച് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അതിലേക്ക് ഇതിങ്ങനെ പടർത്തി വിടുകയാണ്. അപ്പോൾ പടർന്ന് അത് വളർന്നു വരുമ്പോൾ ശരിക്കും ഒരു ആർച്ച് പോലെയാവും. അങ്ങനെ നമ്മുടെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലോ. നമ്മുടെ സെറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കോളേജ് പ്ലാന്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ്, നമ്മുടെ ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ പൊതുവേ നമ്മുടെ ഗാർഡൻ ഇപ്പോൾ നല്ല
വൃത്തിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വൃത്തിയായതുപോലെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഇനി പുതിയ ചെടികളൊക്കെ വെച്ച് അടിപൊളിയാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഗാർഡൻ റീ അറേഞ്ച്മെൻറ്റ് മേക്ക് ഓവർ? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.